നമ്മളിന്ന് നമ്മുടെ കയ്പയിൽ ബാക്കിയുള്ള കയ്പയ്ക്കൊക്കെ പൊട്ടിക്കാൻ പോവാട്ടാ. എത്രയോ തവണ ഇതിന് വിളവെടുത്തെന്ന് പറയാൻ പറ്റില്ല, അത്രയധികം തവണ നമ്മൾ കയ്പയ്ക്ക് ഇതിന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോളൂസാണ് ഇന്നത്തെ വിളവെടുപ്പിൻ്റെ ആള്. മോളൂസ് കുറച്ച് രാവിലെ തന്നെ ക്ലേ വേണമെന്ന് പറഞ്ഞ് വാശിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവളെ കയ്പയ്ക്ക് പൊട്ടിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ്. കണ്ടോ, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും കാണില്ല, എല്ലാം താഴേക്ക് ഇങ്ങനെ ഉണ്ടായി കിടക്കാണ്. അത് പഴുത്തു പോയാ പൊട്ടിച്ചു വന്നാലും മതിയില്ല. എൻ്റെ അടി ഉള്ളിൽ നോക്കിയാനി ഉള്ളിൽ വിളിച്ചിരിക്കുന്നു. ഇനിയുണ്ടോ ഇത് ഇവിടേക്ക് ഉണ്ട് കയ്പയ്ക്ക്. അതൊക്കെ അത്രയും കൂടി വലുതായിട്ടില്ല, കുറച്ചുകൂടെ വളർന്നിട്ട് നമ്മൾ പൊട്ടിക്കാൻ കരുതി. ഇവർക്ക് കറി വെച്ചാലൊന്നും ഇഷ്ടമല്ല, വറുത്താണ് കൊടുക്കണത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം കിടക്കണ പഴുത്ത് പൊട്ടിപ്പോയി, നമ്മൾ കണ്ടിയിലിൻ്റെ ഉള്ളിലായ കാരണം. ഇവിടെ തന്നെ കിടന്നോട്ടെ, എൻ്റെ വിത്ത് ഞങ്ങൾ മുറിക്കട്ടെ. ഒരൊറ്റ കടയാണ് കേട്ടത്. നമ്മളിതിന് പന്തലിട്ട് കൊടുക്കണമെന്ന് കരുതിയിട്ട് ആദ്യത്തെ ഒരു പത്തല് കുത്തി കൊടുത്താണ്. പക്ഷെ അത് അതുമ്പോൾ തന്നെ ഇങ്ങനെ പടർന്ന് നിന്നു. അപ്പോൾ പന്തലിട്ടില്ല, അതുകൊണ്ടാണ് അതിങ്ങനെ നിൽക്കണത്. നന്നായിട്ട് നമ്മൾ നനച്ചെടുത്തിട്ട് അപ്പോഴാണ് ഇതിൽ ഒളിച്ചിരുന്ന ചില കുഞ്ഞൻ കയ്പയ്ക്ക് കുട്ടന്മാരൊക്കെ നമ്മൾ കണ്ടത്. കണ്ടോ, ഇലയുടെ മറവിൽ ഒളിച്ചിരിക്കുന്നു ഇവരൊക്കെ. 2 നിറത്തിലുള്ള വഴുതനങ്ങ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഈ കയ്പച്ചീരയുടെ അടുത്ത് തന്നെയായിട്ടാണ് ഇത് നിൽക്കുന്നത്. കണ്ടോ, പച്ച നിറത്തിലുള്ളതുണ്ട്, വയലറ്റ് നിറത്തിലുള്ളതുണ്ട്. പിന്നെ കുരു അത്ര കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാൻ നല്ല രുചിയാണ്. കയ്പയ്ക്ക് ഇനിയും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ കണ്ടോ, അവിടെ താഴെ മുട്ടിയൊക്കെ കിടക്കണം. ഇപ്പം നമുക്ക് ഇന്നത്തേക്ക് 3 മതിയാവും. അപ്പുറവും കണ്ട് ഞങ്ങൾ വേറെ കണ്ടോ, ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ് പല പല ആൾക്കാർ. ഈ ഒരു 5-6 ഇനിയും ഉണ്ട്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് എടുക്കാതെ ഇന്ന് ഇത്ര മതി. ചിലതൊക്കെ കണ്ട താഴെ മുട്ടിക്കിടന്നിട്ട് വലുതാവാതെ ഇങ്ങനെ കുഞ്ഞ് ഉരുണ്ടൊക്കെ ഇരിക്കുകയാണ്. ഉണ്ടോ, അടുത്തൊരു ദിവസം തന്നെ ഇതൊക്കെ പൊട്ടിക്കണല്ലേ, കാരണം ഒരു ഈച്ച വന്നിരിക്കേണ്ട മിന്നാമിനുങ്ങ് പോലത്തെ, അതൊക്കെ കുത്തി നശിപ്പിക്കുകയാണ്. ഇടയിൽ പിന്നെയും കണ്ടോ ഒരുപാടുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത പോലെയാണ്. നമ്മൾ ഈ 4 കയ്പയ്ക്ക പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാം. നമ്മുടെ കയ്പയ്ക്ക കുട്ടന്മാരൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഏകദേശം ഒരേ കനത്തിൽ നമ്മൾ മുട്ടിയിൽ വെച്ചിട്ട് അരിയാണ് കേട്ടോ. പല പല കനത്തിലായിട്ടുണ്ടെങ്കിൽ അത് വേവും പല തരാവും. അപ്പോൾ ഒരേ സമയം വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ കനത്തിൽ അരിഞ്ഞു. മോളൂസതിൻ്റെ കുരുവൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതിൻ്റെ ഒന്നും കുരു കളഞ്ഞിട്ടില്ല, നന്നായി മൂത്തേൻ്റെ മാത്രം കുരു കളഞ്ഞുള്ളൂ. അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ടത് കുറച്ച് സമയം നമ്മൾ വെയിലത്ത് വെച്ചു. തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം വറക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ഓയിൽ കുറച്ച് യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിങ്ങനെ മുളക് പൊട്ടിച്ച മുളക് അതിൽ കിടക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് എടുത്ത് മാറ്റി നന്നായിട്ട് മൂത്ത് പഴുത്ത മുളകാണ് വേണമെങ്കിൽ പാകി മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്തേക്കാം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതിൽ മൂത്ത കുരുവൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞു. അതിന് ശേഷം ഇത്തിരി സമയം വെയിലത്ത് കൊണ്ടുവച്ചു. എന്താ ഭംഗിയില്ലേ. ആ പഴുത്ത കയ്പയ്ക്കയുടെയും ചില ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു വിട്ടാൽ നന്നായിട്ട് അലിഞ്ഞിട്ടില്ലാത്ത ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇത് വെയിലത്തുകൊണ്ട് വെച്ചു, ഉറക്കാൻ വെച്ചു. ഇത്ര ആയിട്ടുണ്ടെങ്കിൽ കയ്പയ്ക്ക് നമ്മുടെ പാകമായിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും കയ്പരസം ഉണ്ടാവില്ല, കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ 2 ബുൾസയും കൂടി ഉണ്ടാക്കി, 2 എണ്ണമല്ല 3-4 ഉണ്ടാക്കിയിട്ടുണ്ടായി. മക്കൾക്ക് മറിച്ചിടാത്തതും എനിക്ക് മറിച്ചിട്ടതും. എനിക്ക് അപ്പുറം മറിച്ചിട്ട് ബുൾസയാണ് ഇഷ്ടം. അവർ ചോറി കൂട്ടിയത് കഴിച്ചോളും. പിന്നെ നമ്മൾ ചീരയും പരിപ്പും തോരനും ഇന്നലെ വെച്ച മീൻകറി ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഉച്ചത്തെ വിഭവങ്ങൾ. കുറേ പേര് കഴിക്കാനുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചപ്പോഴത്തേക്കും ഇത്ര മാത്രമേ ബാക്കി വന്നുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്